അമ്മാ ബഅദ്. സഹോദരന്മാരെ, സൂറത്തുൽ ഫാത്തിഹ ഇതിക്കറങ്ങ മനസ്സിലാക്കി വന്നുള്ളത്. അതെല്ലാം ലാസ്റ്റ് മനസ്സിലാക്കിയത് അർ-റഹ്മാൻ റഹീം ചൊല്ലായത്തെ ഇതിക്കർ. അതിൽ പ്രധാനമായിട്ടുള്ള 2-3 വിഷയം ഇന്നത്തെ ക്ലാസ്സിൽ അരിപ്പാട്ടിന്ന. ഇനി നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കൊല്ലേ വിഷയത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. റഹ്മാനു റഹീം ചൊല്ലിലെ ഈ പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം മനസ്സിലാക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിനെ വിളിച്ചിട്ട് ദുആർക്കറുണ്ട്. യാ റഹ്മാൻ ചൊല്ല് അല്ലാഹുരെ പേര് വിളിച്ച് ഞങ്ങൾ ദുആർക്കറ. അതേ അവിടെ ഞങ്ങൾ അല്ലാഹുരെ സിഫത്തിനെ വിളിച്ചത് ദുആർക്കുകയില്ല. അതായത് യാ റഹ്മത്തേ ചൊല്ല് അങ്ങനെ വിളിക്കുകയില്ല. അത് പ്രത്യേകമായിട്ടും മനസ്സിലാക്കി വെക്കും. യാ റഹ്മാൻ, യാ കരീം, യാ ഗഫൂർ അങ്ങനെ വിളിക്കാം. അങ്ങനെ അള്ളാഹുര ആ പേരിൽ നിന്ന് കിട്ടുന്ന സിഫത്തുണ്ടല്ലേ റഹ്മത്ത് ചൊന്തു, യാ റഹ്മത്തേ ചൊന്തുള്ള രൂപത്തിൽ വിളിക്കുകയില്ല. അതേപോലെ അള്ളാഹുര ഏതെല്ലാം സിഫത്തുണ്ട് ആ സിഫത്തിനെ വിളിച്ചിട്ട് ഞങ്ങൾ ദ്വാർക്കുകയില്ല. അള്ളാഹുര പേരിലേക്ക് വിളിക്കുകയില്ല. അപ്പൊ അത് പ്രത്യേകമായിട്ടും മനസ്സിലാക്കണം. ആ ഒരു വിഷയത്തിക്ക് പ്രത്യേകമായിട്ട് റഹ്മാനു റഹീമിന്റെ വിഷയത്തിൽ ഇബ്നു കസീർ റഹിമഹുല്ലാ, അതേപോലെ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നതായ ഒരു ഇബാറത്ത് കാണാം. അങ്ങനെ ചൊല്ലി ഇന്നമാ വസഫ നഫ്സഹു ബിർറഹ്മാൻ അർറഹീം ബഅദ ഖൗലിഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അർറഹ്മാനു റഹീം ചൊന്തു ഇവിടെ അല്ലാഹുവിനെ വിശേഷിപ്പിച്ചതല്ലേ. അത് എപ്പ ഇതിക്ർ റബ്ബിൽ ആലമീൻ ചൊന്നൽ പിന്നെ ഇതിക്ർ. അതായത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ചൊന്നൽ പിന്നെ അല്ലാഹു എന്തിനു ചൊന്നേ അർറഹ്മാനിർ റഹീം. അത് ഒരു കാരണമുണ്ടോ? എന്താ ഇതിക്ർ? ലിയകൂന മിൻ ബാബി ഖർനി തർഗീബി ബഅദ തർഹീബ്. അത് പേടിപ്പാട്ട് പ്രതീക്ഷ കൊടുത്തൽ പിന്നെ, അല്ലെങ്കിൽ പേടിപ്പാട്ടിന് പിന്നെ ഒരു പ്രതീക്ഷ കൊടുക്കരുത്. അതായത് മിൻബാബി ഖർനി തർഗീബ് പ്രതീക്ഷ കൊടുക്കരുത് ഇതിക്ർ ബഅദ തർഹീബ് ഒരു പേടിപ്പാട്ടല്ല. പിന്നെ റബ്ബുൽ ആലമീൻ ചൊല്ലുമ്പോൾ ലോകത്തെ റബ്ബെ ഇതിക്ർ ചൊല്ലുല്ലേ ഒരു പേടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തന്നെ. എന്താ ഇതിക്ര പേടി? എല്ലാം കാണ്ടോണ ഇതിക്ര. ഒരാളും ഞങ്ങ ആധിപത്യം ഇല്ലങ്ങല്ല ഈ ലോകത്തെ മേൽ എല്ലാഹും അല്ലാഹുവിന്റെ ഇതിക്ര. അല്ലാഹും അല്ലാഹുവിന്റെ കൺട്രോളിൽ ഇതിക്രല്ലേ റിസ്ക് തണ്ടോനും അല്ലാഹു ഇതിക്ര. ഒരു പ്രത്യേകമായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പേടിപ്പാട്ടല്ല അങ്ങനെ മേലുണ്ട്. എന്നിട്ട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രതീക്ഷ തന്നെ അല്ലാഹു അർറഹ്മാനു റഹീം ഇതിക്ര. അല്ലാഹു കരുണ കാട്ടോണ ഇതിക്ര. മുഅ്മിന്റെ കലമേൽ അല്ലാഹുവിനെ ഒതുങ്ങി ജീവിച്ചതായ മുഅ്മിൻക്ക് പരലോകത്തിലും പ്രത്യേകമായിട്ടുള്ള അല്ലാഹുവിന്റെ കാരുണ്യമുണ്ട്, ഒരു പ്രതീക്ഷ അല്ലാഹു തന്നെ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടിಗೆ ചൊന്നാൻ. അത് എങ്ങനെ ഇതിക്ർ ചൊന്നു ശൈഖ് ചൊല്ലുകയാണ്. കമാ ഖാല തആല നബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നൽ ഖുർആനിൽ എന്താ ഇതിക്ർ? നബിയെ നിങ്ങൾ എൻ്റെ അടിമമാർക്ക് അരിപ്പാട്ടി കൊടുക്കുക അന്നി അനൽ ഗഫൂറുർ റഹീം, തീർച്ചയായിട്ടും ഞാൻ ഗഫൂറുർ റഹീം ഇതിക്ര. പ്രതീക്ഷ കൊടുക്കരുത്. തപ്പ സംഭവിച്ചു പോയിത്താ നിങ്ങ ടെൻഷൻ അടിച്ച് ഞാൻ ദീനിൽ നിന്ന് പുറത്തു പോയ ചൊന്ത് ബേജാറായിട്ട് പോണ്ട, അല്ലെങ്കിൽ നക്ക് ഇനി അള്ളാഹു എന്റെ എനിക്ക് പരിഗണിക്കല ചൊന്ത് ക്യാറാക്കണ്ട, ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൽ നക്കൊരു സ്ഥാനം ഇല്ല ചൊന്ത് പോവണ്ട. തപ്പ് സംഭവിച്ചിരാ അനൽ ഗഫൂറുർ റഹീം അള്ളാഹു ചൊല്ലേ ഞാൻ മാഫാക്കറോണ എത്തിക്കര, ഞാൻ റഹം കാട്ടറോണ എത്തിക്കര. അതുകൊണ്ട് തന്നെ മുട്ടപാട് കുറവ്. എന്നിട്ട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, ഇനി എൻ്റെ ശിക്ഷ ഒട്ടു അത് ഭയങ്കരമായിട്ടുള്ള ശിക്ഷ, ഭയാനകമായിട്ട്. അപ്പൊ അവിടെ എന്തിനു മനസ്സിലാക്കറേ ഇനിയും തപ്പാക്കൂല്ല. തപ്പ് സംഭവിച്ചു പോയിട്ട് എന്താണ് ഞാൻ തപ്പിലെ നിലനിൽക്കര എന്നൊക്കെ പിടിയേറ്റത് ഹറാം ചെയ്ത് എന്നിട്ടും ഞാൻ ആക്കിയോ പോണ്ട, അങ്ങനെ ആക്കണ്ട. അങ്ങനെ ആക്കിയത്തെ മനസ്സിലാക്കറൂ അള്ളാഹുര ശിക്ഷ ഭയാനകമായിട്ടുള്ള രീതിക്ക്. അത്രത്തുള്ള അദാബിൽ നിന്നും അത്രത്തുള്ള ആൾമാർ നിന്നും അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹുര മഗ്ഫിറത്തും റഹ്മത്ത് കിട്ടിയ ആൾമാരെ കൂട്ടത്തിൽ ഞങ്ങൾ അള്ളാഹു ആക്കട്ടെ. എന്നാൽ പിന്നത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നത് കാണാം. ഇന്ന റബ്ബക ലസരീഉൽ ഇഖാബ് വ ഇന്നഹു ലഗഫൂറുർ റഹീം. ഇന്ന റബ്ബക ലസരീഉൽ ഇഖാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വേഗമേ ശിക്ഷ നടപ്പിലാക്കറോണ ഇതിക്ര. എന്നിട്ട് പിന്നെ അപ്പമേ പ്രതീക്ഷ കൊടുക്കറേ വ ഇന്നഹു ലഗഫൂറുർ റഹീം. അല്ലാഹു ഗഫൂറുർ റഹീം ഇതിക്ര. അതായത് ഒരു പേടിപ്പാട്ടലും ഒരു പ്രതീക്ഷ രണ്ടും ഒട്ടിಗೆ ഇതിക്ര അല്ലാഹു സുബ്ഹാനഹു വ തആല പല ആയത്തിലും ചൊന്നോൽ. ഒരു വിഷയത്തിൽ ഞങ്ങളെ പേടിപ്പാട്ടിരുന്നായ പിടിക്കറി ചൊന്ന് അല്ലാഹു ചൊന്നെങ്കിൽ അതിനപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതീക്ഷ തണ്ട. അതിന് നിങ്ങൾ പേടിക്കറ ബേജാറാക്കി ജഗന്മേ ജീവിക്കണ്ട, നിങ്ങൾ തൗബാക്കി മടങ്ങിയെന്നല്ല അവർ പ്രതീക്ഷ തന്നെ. അപ്പൊ ഖുർആന്റെ പല ജാഗത്തും ഖുർആന്റെ ഏത് ആയത്ത് ചൊമ്മ ആയത്ത് നോക്കുമ്പോ ആയത്തിന് അവസാനത്തിൽ അല്ലാഹു ഒരു 2 പേര് നയിക്കും. അസീസ്, ഹലീം, അതേപോലെ അലീം,
പ്രത്യേകമായിട്ട് പല പേരെല്ലാം കാണാം. ഗഫൂർ, ബഷീർ, സമീ, ഇങ്ങനത്തെ ചുമ പേര് ആ ആയത്തുമായിട്ട് നല്ല ബന്ധിക്കും. അത് ഉലമാക്കന്മാർ പ്രത്യേകമായിട്ട് എടുത്തത് വിശാലമായിട്ട് വിശദീകരിച്ച് വിശേഷിക്കും. എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന ജാഗത്തിൽ സമീഉം ബസീർ ചൊന്നേ, എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന ജാഗത്ത് അലീമു ചൊത്തുള്ള പേരിട്ടേ, ആ ആയത്ത് ഈ പേരുമായിട്ട് എന്തായിട്ട് ബന്ധമില്ലേ, ഇതെല്ലാം വിശാലമായിട്ട് വിശദീകരിച്ച് ഉലമാക്കന്മാർ വ്യക്തമാക്കി. അത് ഇൻഷാ അല്ലാഹ് ഒരു സന്ദർഭത്തിൽ അങ്ങ് പഠിക്കൊള്ളതായിരിക്കും. അല്ലാഹു അതുകൊല്ലേ തൗഫീഖ്. അപ്പൊ ഇവിടെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കൊള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിൽ ആലമീൻ ചൊത്തുല്ലേ, ലോകത്തെ റബ്ബ് അല്ലാഹു ചൊത്തുല്ലേ ഒരു പേടിപാട്ടില്ല. അതായത് നിങ്ങൾക്ക് ഒരു അരിപ്പാട്ടി തണ്ടേ, ഇതെല്ലാം അല്ലാഹു ഹൃദയത്തിക്കറത്ത്, എന്നിട്ട് അല്ലാഹു പ്രതീക്ഷ തണ്ടേ. അങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് സംഭവിച്ചു വൈത്ത് അങ്ങനെ പേടിച്ച് അങ്ങനെ ജീവിക്കണ്ട. അല്ലാഹു ഗഫൂർ റഹീം ആയിത്തിക്രാന്ത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ചൊല്ലുകയാണ് അർ-റഹ്മാൻ, അർ-റഹ്മാൻ ചൊല്ലുന്ന പേര് ദാലുൻ അലാ സിഫത്ത്, അലാ സിഫത്തി അൽ ഖായിമതി ബിഹി സുബ്ഹാന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടികൊല്ലതായ അല്ലാഹുവിന്റെ സിഫത്ത് ഐതിക്കർ, അല്ലാഹു നിലനിർത്തുന്നതായ അല്ലാഹുവിന്റെ സിഫത്ത് ഐതിക്കർ, വിശേഷണ ഐതിക്കർ അർ-റഹ്മാൻ ചൊല്ലുന്നത് എന്ന് വെച്ചാൽ വർ-റഹീം. ഇനി റഹീം ചൊല്ലുന്നതാവട്ടെ ദാലുൻ അലാ തഅല്ലുഖിഹാ ബിൽ മർഹൂം, ആരമേലുള്ള ഐതിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മ കാട്ട അങ്ങമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐതിക്കർ. അതായത് ആരെങ്കിലും ഇത് കിട്ടുന്ന ഐതിക്കർ അല്ലാഹു റഹ്മത്ത് ചൊല്ലുല്ലേ, ആ സിഫത്തിൽ നിന്ന് അല്ലാഹു റഹ്മ കാട്ടോണ ഐതിക്കർ ആരെങ്കിലും. ഇതിന് ഫകാനൽ അവ്വലു ലിൽ വസ്ഫി വസ്സാനി ലിൽ ഫിഇൽ, ഒന്നാമത്തെ അല്ലാഹുവിന്റെ വിശേഷണ ഐതിക്കർ റഹ്മാൻ ചൊല്ലുന്നത്. ഇനി അർ റഹീം ചൊല്ലുൽ അല്ലാഹുവിന്റെ ഫിഇൽ ഐതിക്കർ, പ്രവൃത്തി ഐതിക്കർ റഹ്മ കാട്ടോണ ചൊല്ലുല്ല അർത്ഥം കിട്ടുന്നു. فالأول دال على أن الرحمن صفته والثاني دال على أنه يرحم خلقه برحمته. ഒന്നാമത്തെ അല്ലാഹുക്ക് റഹ്മത്ത് ചൊല്ലുന്ന സിഫത്തുണ്ട്, രണ്ടാമത്തെ റഹീം ചൊല്ലുന്നതിൽ അരിപ്പാട്ട് അല്ലാഹു തന്റെ അടിമമാരുടെ മേല് റഹം കാട്ടോണൈത്തിക്രാന്ത്. അപ്പൊ രണ്ട് കിട്ടുന്നത്, ഒന്ന് പ്രവർത്തിയും കിട്ടിത്ത്, ഒന്ന് വിശേഷണം കിട്ടിത്ത്. അല്ലാഹുവിന്റെ വിശേഷണം കിട്ടിത്ത്, അല്ലാഹുവിന്റെ പ്രവർത്തിയും കിട്ടിത്ത്. അപ്പൊ ഈ ഒരു ആയത്തിൽ നിന്ന് കിട്ടുന്നതായ ഒരു വലിയ ഗുണപാഠ ചൊന്തൈത്തിക്കർ മനസ്സിലാക്കൊല്ലേ. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ചൊല്ലി കാണാം അർ റഹ്മാൻ ചൊല്ലുന്ന പേരും അർ റഹീം ചൊല്ലുന്ന പേരുടെ വിഷയത്തിൽ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. ഇത് രണ്ട് പേരും ಬೇರೆ ಬೇರೆ ಐತಿ ಬಂದಂಗೆ ಜಂಡುಗೂ ಏದು ಅರ್ಥ ಉಂಡ ಅದು ಜಂಡುಗೂ ವಿಕ್ರ. ಉದಾಹರಣೆಗೆ റഹ്മാൻ ചൊല്ലുമ്പോ സിഫത്തുണ്ട്, അള്ളാഹുരെ വിശേഷണ റഹ്മത്തുണ്ട് ചൊന്തല്ലേ, റഹ്മത്തിന്റെ വിഷയത്തിൽ അള്ളാഹുരെ റഹ്മാൻ ചൊന്തല്ലേ പേരും അതിൽ നിന്ന് കിട്ടിയിട്ട്, അപ്പൊ റഹ്മാൻ ചൊന്തല്ലേ പേര് കിട്ടിയിട്ട് അള്ളാഹുരെ സിഫത്ത് കിട്ടിയിട്ട്. അതേപോലെ അസർ ഉണ്ടാവും അള്ളാഹു ബാരക്ക് റഹ്മത്ത് കാട്ടാം. ഇതെപ്പ ഇത്തിക്കറ് റഹ്മാനും റഹീം ചൊന്തല്ലേ പേര് ജണ്ടും ಬೇರೆ ಬೇರೆ ಐತಿ ಬಂದಂಗೆ ಈ ಜಂಡುಗೂ ಜಂಡ ಅರ್ಥമുണ്ട്. ಅದೇ ಜಂಡು ಒಟ್ಟಿಗೆ ಬಂದೆಂತಾಯಂಗ ಕೂಡ ಒಟ್ಟಿಗೆ ಬಂತು ಅರ್ റഹ്മാൻ അർ റഹീം ഒട്ടിಗೆ ಬಂತല്ലേ. അപ്പൊ ഒട്ടിಗೆ വരുമ്പോ റഹ്മാൻ ചൊത്തുള്ളതുക്ക് കരുണ ഉല്ലൂണ് ചൊത്തും, റഹീം ചൊത്തുള്ളതുക്ക് കരുണ കാട്ടൂണ് ചൊത്തുള്ള അർത്ഥമുണ്ട്. അപ്പൊ ജണ്ട് ഒട്ടിಗೆ വരുമ്പോഴത്തേക്ക് ചില അർത്ഥത്തിലും വ്യത്യാസം ഉണ്ടാവുന്നു. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എന്നൊരു വിഷയം ചൊല്ലി കാണാം അന്ന മിൻ അസ്മാഇഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ പെട്ടത് ഇത്തിക്കർ മാ യുസമ്മാ ബിഹി ഗൈറുഹു, ചില പേരുണ്ട് അത് അല്ലാഹുവേ ഇത്തിക്കറായങ്ക ബാരങ്ക ആ പേരിൽ നിങ്ങൾ വിളിക്കാം. അൽ അസീസ് എന്ന് വിളിക്കുക, അസീസ് അങ്ങനെ വിളിക്കുന്നുണ്ട്. ഖുർആനിൽ നിന്ന് ദലീൽ അതുകൊണ്ട് ധാരാളമായിട്ട്. രണ്ടാമത്തെ ഒമിൻഹ മാ ലാ യുസമ്മാ ബിഹി ഗൈറുഹു, ഇനി ചില പേരുണ്ട് ആ പേര് വെച്ചത് ഒരാളെ വിളിക്കുകയില്ല. ക ഇസ്മി കസ്മില്ല, അള്ളാഹുരെ പേര് പോലെ, ക ഇസ്മില്ല അള്ളാഹുരെ പേര് പോലെ അള്ളാഹ് ചൊത്തുള്ള പേര് ഒരാൾക്കും വെക്കുകയില്ല. അതേപോലെ അർ റഹ്മാൻ, അർ റഹ്മാൻ ചൊത്ത് ഒരാൾ വിളിക്കുകയില്ല, അർ റഹ്മാൻ ചൊത്ത് ഒരാൾ വിളിക്കില്ല. അബ്ദുർ റഹ്മാൻ ചൊത്ത് വിളിക്കുക, ഇനി അലിഫ്ലാം ഇടാത്ത റഹ്മാനെ ചൊത്ത് നിങ്ങൾ വിളിക്കുമ്പോൾ വിളിക്കുക റഹ്മാൻ ഇഞ്ഞബാ, അർ റഹ്മാനെ ഇഞ്ഞബാ ചൊത്ത് വിളിക്കുകയില്ല. അത് അള്ളാഹുരെ മാത്രം എത്തിക്കുക, അള്ളാഹു മാത്രമുള്ളത് എത്തിക്കുക. അർ റഹ്മാൻ ചൊത്തുള്ള പേര് കൊടുത്തു ഒരാളെ വിളിക്കു തീരാം. അതേപോലെ അൽ ഖാലിഖ്, ഖാലിഖ് ചൊത്തുള്ള പേരും അത് അള്ളാഹുരെ മാത്രം എത്തിക്കുക. അതേപോലെ അർ റാസിഖ് ചൊത്തുള്ള പേര്, റാസിഖ് നിങ്ങൾ വിളിക്കുക റാസിഖ് ഇഞ്ഞബാ, അബ്ദുർ റാസിഖ് എന്ന അർത്ഥത്തിൽ എത്തിക്കുന്ന ചൊല്ല. അപ്പൊ അബ്ദുർ റാസിഖെ ചൊത്ത് വിളിക്കും, അവിടെ നിങ്ങൾ അർ റാസിഖെ ഇഞ്ഞബാ ചൊത്ത് വിളിക്കൂ തീരാ പാടില്ല. അത് അള്ളാഹു മാത്രം ഉള്ള പേരൈത്തിക്കർ, അള്ളാഹുരെ മാത്രം വിളിക്കണായ പേരൈത്തിക്കർ ചൊന്തൈത്തിക്കർ ഉലമാക്കന്മാർ പ്രത്യേകമായിട്ടും നമുക്ക് എടുത്ത് തന്റേതും അരിപ്പാട്ട് നമുക്ക് കാണാം. അതിലൊട്ടിക്കും മനസ്സിലാക്കുന്ന എന്നൊരു വിഷയത്തിക്കർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അള്ളാഹുരെ റഹ്മത്തിന്റെ വിഷയത്തിൽ ചൊന്നത് ഹരിയോർ വലിയ വിഷയത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരിപ്പാട്ട കാണാം ഇന്ന ലില്ലാഹി മിഅത റഹ്മത്തിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 100 റഹ്മത്തുണ്ട്. അൻസല മിൻഹാ റഹ്മതൻ വാഹിദതൻ ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹായിമി വൽ അവാം, അല്ലാഹു സുബ്ഹാനഹു വ തആല
ആ 100 മാത്രം ഈ ദിക്ർ മനുഷ്യന്മാരും ജിന്നുവർഗവും മൃഗവും അതേപോലെ ഈ കീടജന്തുക്കൾ എന്തെല്ലാം ഉണ്ട് എല്ലാം ഇതിനിടയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല 1 മാത്രം കടത്തിരെ. അതായത് ഞങ്ങളെ ഉമ്മ ഞങ്ങളൊട്ടി കാട്ടുന്ന പിരിസ അള്ളാഹുരെ ഒരു റഹ്മത്തിന് ഭാഗയിച്ചിരുന്നു. ഇവിടെ മൃഗ പരസ്പര കാട്ടുന്ന പിരിസപ്പാടും അള്ളാഹുരെ ഒരു റഹ്മത്തിന് ഭാഗയിച്ചിരുന്നു. ബാക്കി 99 അള്ളാഹു സ്വർഗത്തിലെടുത്ത് വെച്ചിരുന്നു. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതുപോലെ ആ സ്വർഗത്ത് പ്രവേശിക്കുകയും ആ ജന്നാത്തുൽ ഫിർദൗസ് നേടുകയും തൗഫീഖ് അള്ളാഹു തൻ അനുഗ്രഹിക്കട്ടെ. അപ്പൊ അള്ളാഹു ഒരു റഹ്മത്ത് മാത്രം ഉല്ലകൊണ്ട് ഇത്തിക്കളുടെ പരസ്പര പിരിസപ്പാട് നടന്നോല്ലേ. ഭൂമിയിൽ ഒരൊറ്റ റഹ്മത്ത് അള്ളാഹുരെ കടത്തിയ അള്ളാഹു ആ ഒരു റഹ്മത്ത് കാരണം ഇത്തിക്കറ് എല്ലാവരും പല രൂപത്തിൽ പിരിസപ്പാടും കാണ്ടതും പ്രത്യേകമായിട്ടും ആ 99 ഉണ്ടല്ലേ അതാവട്ടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ തന്റെ അടിമമാർക്ക് മേൽ കാട്ടുന്നത് ഇത്തിക്കറ് പരലോകത്ത് വല്ലത്. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കി വെക്കറു ഒരൊത്തൊരു റഹ്മത്ത് കൊണ്ടത്തെ ഇങ്ങനെ ഒരു പിരിസപ്പാട് ഉണ്ടാവുന്നതായെങ്കിൽ ഇങ്ങനെ ഒരു ബന്ധം നിലനിൽക്കുക. അതായത് പ്രത്യേകമായിട്ട് ഉമ്മ മക്കളെ ബന്ധമേ നോക്കിയപോയി और उम्मत तंटे मक्कलटी काट आ पिरसपाडुम और कारुण्यतुकुल्ले कारण अल्लाहुरे और रहमते दिक्र औरत्तो रहमत पड़ीता അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കണ ഒരു വിഷയം. ബാക്കിയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ചിരാച്ചുള്ളത് ദിക്ർ. ഇത് ഞങ്ങ നിർബന്ധമായിട്ടും അറിയണായ ഒരു വിഷയം. എന്നിട്ട് പിന്നെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമായിട്ട് ഒരു ഹദീസ് കൂടി നിങ്ങൾക്ക് കാണാം. റഹ്മത്തിന്റെ ഭാഗമായിട്ടുള്ള ആ അടിമമാരെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാട്ടുന്ന വിഷയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്ക സ്വഹാബിമാർട്ടിക്ക് ചൊല്ലുന്നു, ലൻ യുദ്ഖില അഹദു മിൻകും അമലുഹു അൽ ജന്ന. നിങ്ങളെ ഒരാളെ അമലും നിങ്ങളെ സ്വർഗ്ഗത്തിൽ എത്തുപാട്ട് പോണ്ടില്ല. നിങ്ങൾ എത്ര അമലെടുത്തേക്കും നിങ്ങളെ സ്വർഗത്തിൽ എത്തുപാട്ടൊക്കെ സാധ്യമില്ല. റസൂലേ വല അന്ത യാ റസൂലല്ലാഹ്, നിങ്ങൾക്കും എത്തുക സാധ്യമില്ലേ? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല വല അന, നക്കും സാധ്യമില്ല. ഇല്ല അൻ യതഗമ്മദനി അല്ലാഹു മിൻഹു ബിഫദ്ലിൻ വറഹ്മത്തിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് കൊണ്ടും അവന്റെ ഫദ്ൽ കൊണ്ടും നക്ക് ഔദാര്യ തന്നെങ്കിൽ മാത്രമേ എന്നെ അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ നക്കും സ്വർഗത്ത് പോകാൻ. അപ്പൊ ബാക്കി നിങ്ങളുടെ അവസ്ഥ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് എന്തൊരു നാണ് നിസ്കരിച്ച നാണ് നോമ്പുടിച്ച് നാണ് നല്ല ഇബാദത്ത് എടുത്ത നാണ് സ്വർഗത്ത് വിചാരിക്കണ്ട. ഞങ്ങൾ ദുആർക്ക് അല്ലാഹുവിന്റെ റബ്ബേ എന്റെ സ്വർഗത്ത് എത്തുപാട്ട് റബ്ബേ, നരകശിക്ഷയിൽ രക്ഷപ്പെടുത്തു റബ്ബേ, ഒരു കാരണത്തിലും എന്റെ കുടുംബത്തെയും നീ നരകത്ത് കടത്തണ്ട റബ്ബേ, നരകത്ത് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കണ്ട റബ്ബേ, എന്റെ രക്ഷപ്പെടുത്തല്ല. നിങ്ങൾ പ്രതീക്ഷ വെക്കാം. ആരോട്ടിക്കാൻ തപ്പിത്തുഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടി ഇല്ല, ഉറക്കത്ത് അങ്ങനത്തെ പ്രതീക്ഷ കൊടുക്കണ്ട. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത് ഏതൊരു വ്യക്തിയും അവിടെ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിനെങ്കിൽ മാത്രമേ സാധ്യമാണ്. അപ്പൊ ഇത് പ്രത്യേകമായിട്ടും മനസ്സിലാക്കണ വിഷയത്തിക്കർ അതേപോലെ ധാരാളമായിട്ടുള്ള വിഷയം ഈ റഹ്മാനു റഹീമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ. അതെല്ലാം നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള വിഷയത്തിക്കറിനെ 3 ക്ലാസ്സിലായിട്ട് മനസ്സിലാക്കുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹുവിന്റെ ദീന നല്ല രൂപത്തിൽ മനസ്സിലാക്കുകയും അല്ലാഹുവിന്റെ ഖുർആന്റെ കറക്റ്റായിട്ട് മനസ്സിലാക്കുകയുള്ളേ തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. കൂടെ കൂടിയതുപോലെ നാല് അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിലും കുടുംബത്തൊട്ടിಗೆ കൂടൂല്ല തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.